വിദേശ രാജ്യങ്ങളിൽ ജോലി നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് സംസ്ഥാനത്ത് വൻ തട്ടിപ്പ് നടക്കുന്നതായി വാർത്ത. വ്യാജ വിസ പ്രിന്റ് ചെയ്ത് നൽകിയാണ് ഈ തട്ടിപ്പരങ്ങുന്നത്. ഓസ്ട്രേലിയ, ഗ്രീസ്, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. നിങ്ങളിപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്നൊരു വാർത്തയാണ്. ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ട ഒരു വിസ തട്ടിപ്പ് കേസ്. ഇത് സ്ഥിരമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. പലപ്പോഴും വാർത്തയാകാറില്ല. എൻ്റെ പേര് ഹിയാസ് ബക്കർ, ഓസ്ട്രേലിയൻ ആർമി മെമ്പർ ഓഫ് മിയ ആൻഡ് ACS. ഈ വാർത്തയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഫ്രൂട്ട് പിക്കിംഗ്, വെയർഹൗസ്, സൂപ്പർ മാർക്കറ്റ് എന്നിവയിലേക്ക് ആളുകൾക്ക് ജോബ് ഓഫർ നൽകി ഓസ്ട്രേലിയയിലേക്ക് വിസ അപ്ലൈ ചെയ്യുന്ന ഒരു സ്കാമാണ് നടന്നിട്ടുള്ളത്. ശരിക്കും ഓസ്ട്രേലിയയിൽ ഇതുപോലുള്ള ഓക്യുപ്പേഷനുകളിലേക്ക് ഡയറക്റ്റായിട്ടുള്ള എംപ്ലോയർ സ്പോൺസർഡ് മൈഗ്രേഷൻ ഇല്ല. ഓസ്ട്രേലിയയിലേക്ക് സാധാരണ ഓസ്ട്രേലിയക്കകത്തുള്ളൊരു എംപ്ലോയർ സ്പോൺസർഷിപ്പ്, നോമിനേഷൻ എന്നിവ ചെയ്ത് ജെന്യൂനായ ആപ്ലിക്കൻറ്റുകളെ സെലക്ട് ചെയ്ത് അവർ ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായി ഓക്യുപ്പേഷൻ, എംപ്ലോയ്മെൻറ്റ് എന്നിവ ചേർത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു എംപ്ലോയർ സ്പോൺസർഡ് മൈഗ്രേഷനാണ് ഉള്ളത്. സാധാരണ IT, എഞ്ചിനീയറിംഗ്, ട്രേഡുകൾ, നഴ്സുമാർ എന്നിവ ഓസ്ട്രേലിയയിലുള്ള എംപ്ലോയർമാർ സ്പോൺസർഷിപ്പ് ശേഷം ഇങ്ങനെ പോകാറുണ്ട്. ഈ ഒരു സംവിധാനത്തെയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇതുപോലുള്ള സ്കാമുകളിലേക്ക് ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്നത്. ഇതിൽ പലരും എയർപോർട്ടിലെത്തിയ ശേഷമാണ് തങ്ങൾക്ക് ലഭിച്ച വിസ ഫേക്കാണെന്ന് പോലും അറിയുന്നത്. അത്രയും വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും ഇത് മനസ്സിലാക്കാതെ ഈ ചതിയിൽ പെടുന്നുണ്ട്. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വളരെ കൃത്യമായി വിവോ സിസ്റ്റം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വിസ ജെന്യൂൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സംവിധാനം തന്നെ അവരുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ഞാൻ ഈ വീഡിയോക്ക് താഴെ ചേർക്കുകയും ചെയ്യാം. അപ്പോൾ പല ആളുകളും അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ പോയി പെടുന്നത്. ഇതിൽ പലരും പറയുന്നുണ്ട് അവർ സബ് ഏജൻറ്റുകളെ സമീപിച്ചു എന്നല്ല. ശരിക്കും ഓസ്ട്രേലിയൻ ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് മാരാ ഓതറൈസ്ഡ് ആയിട്ടുള്ള സെൻറ്ററുകളിലാണ് നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ എല്ലാം അപ്ലൈ ചെയ്യേണ്ടത്. എങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പ്രൊട്ടക്ഷനും കൃത്യമായ ഉപദേശങ്ങളും നിങ്ങളുടെ വിസ ക്ലാസുകൾ സെലക്ഷനും എല്ലാ രീതിയിലുള്ള സഹായവും ലഭിക്കും. ഇതുപോലുള്ള അപകടത്തിൽപ്പെട്ടാൽ ഭാവിയിൽ നമ്മളെ വളരെ സാരമായി ബാധിക്കുന്ന വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇതുപോലുള്ള സ്കാമുകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പെട്ട് കഴിഞ്ഞാൽ നമ്മളെ വിസ ആപ്ലിക്കേഷൻ റിഫ്യൂസ് ആയതായോ ക്യാൻസൽ ആയതായോ ഒരു റെക്കോർഡ് ഡിപ്പാർട്ട്മെൻ്റ് അകത്ത് ഉണ്ടാവും. പിന്നീട് നമ്മൾ ജെന്യൂനായിട്ടുള്ളൊരു വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിൽ മൈഗ്രേഷൻ, എംപ്ലോയർ സ്പോൺസർഡ് മൈഗ്രേഷൻ, പാർട്ണർ, ചൈൽഡ്, പാരൻറ്റ് തുടങ്ങിയ വിസകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ റെക്കോർഡ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് കാണുകയും പിന്നീട് നമ്മൾ ബാക്കിയുള്ള എല്ലാ വിസകളെയും റിഫ്യൂസ് ചെയ്യുകയും ബാധിക്കുകയും ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ആയതിനാൽ നിങ്ങൾ ഇതുപോലുള്ള വിസകൾ അപേക്ഷിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ മാരാ ഓതറൈസ്ഡ് ആയിട്ടുള്ള സെൻറ്ററുകളെ സമീപിക്കുക. ഞങ്ങളുടെ ഓഫീസ് 20 വർഷത്തോളമായി മാരാ ഓതറൈസ്ഡ് ആയിട്ടുള്ള മൈഗ്രേഷൻ സെൻറ്ററാണ്. കുറച്ച് കാലമായി ഞങ്ങൾ ഇതുപോലുള്ള അവയർനെസ് ക്യാമ്പയിനുകൾ നടത്തി വരാറുണ്ട്. അതുപോലെ അല്ലെങ്കിൽ ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ട വിസ വിവരങ്ങൾ അറിയാനും സ്കാമുകളിൽ പെട്ടവർക്ക് അവരുടെ വിസയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വിവരങ്ങൾ അറിയുവാനും ഞങ്ങളുടെ ഓഫീസിൽ ഫ്രീ ഇനീഷ്യൽ കൺസൾട്ടേഷൻ നൽകാറുമുണ്ട്. ഓസ്ട്രേലിയൻ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഏത് വിഷയങ്ങൾ അറിയാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് റിഫ്യൂസൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും ഞങ്ങളുടെ ഓഫീസുമായി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം.